ജീവിപ്പിക്കുന്ന വചനം എന്നതാണ് ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് അടിസ്ഥാനം. യേശുവിൻ്റെ വാക്കുകളുടെ ശക്തിയെ വിവരിക്കുന്നതാണ് ഈ ഭാഗം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകർക്ക് സൗഖ്യം ലഭിച്ചത് യേശുവിൻ്റെ വാക്കുകളിലൂടെയായിരുന്നു. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന ശതാധിപൻ്റെ വിശ്വാസം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ പ്രകടമാക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിൽ നാം പരിചയപ്പെടുന്ന യായിറോസ് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അരികിൽ വന്നതാണ്. പള്ളിപ്രമാണി എന്ന നിലയിൽ ഒരു സംവാദത്തിനല്ല, മറിച്ച് ഒരു സഹായത്തിനാണ് അദ്ദേഹം യേശുവിനെ സമീപിക്കുന്നത്. തൻ്റെ സ്ഥാനമാനങ്ങളെ ലംഘിച്ച് യേശുവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുകയാണ് യായിറോസ് ആദ്യം ചെയ്യുന്നത്. കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം ലഭിച്ച സംഭവം ഒരുപക്ഷെ യായിറോസിനെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇവിടെ മകൾ മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തിയേക്കാമെങ്കിലും യേശു അദ്ദേഹത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട യായിറോസിനെ യേശു തൻ്റെ വാക്കുകളാൽ ധൈര്യപ്പെടുത്തുകയാണ്. പിന്നീട് യേശു യായിറോസിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുന്നു. യേശു അവിടെയും തൻ്റെ വാക്കുകളാൽ അവരെ ധൈര്യപ്പെടുത്തി, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രയെന്നത്രേ പറയുന്നത്. ഇവിടെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിൻ്റെയും ദൈവവചനമാണ് യേശു പകർന്നു നൽകുന്നത്. അവസാനമായി യേശു യായിറോസിൻ്റെ മകളുടെ അടുക്കൽ വന്ന്, ബാലേ, എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വാക്കുകളുടെ ആധികാരികത അത് നമ്മെ ധൈര്യപ്പെടുത്തുകയും സൗഖ്യം നൽകുകയും ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ജീവൻ നൽകി നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട, തന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ള ശബ്ദം ഓരോ ദിവസവും കേട്ട് ധൈര്യപ്പെട്ട് സമാധാനത്തോടെ നമ്മുടെ ജീവിതയാത്ര പൂർത്തീകരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.